കർണാടകയിലെ യലഹങ്കയിൽ 150ലേറെ കുടുംബങ്ങളെ കോൺഗ്രസ് സർക്കാർ തെരുവിലേക്ക് ഇറക്കിവിട്ടിട്ട് 2 മാസങ്ങൾ പൂർത്തിയാവുകയാണ്. ഫക്കീർ കോളനിയിലും വസീം ലേഔട്ടിലും താമസിച്ചിരുന്ന 1000-ഓളം വരുന്ന മനുഷ്യർക്ക് വേണ്ടി ജനാധിപത്യ വിശ്വാസികളെല്ലാം അന്ന് ശബ്ദമുയർത്തിയിരുന്നു. എന്നാൽ അതിനുശേഷം എന്താണ് ആ മനുഷ്യർക്ക് സംഭവിച്ചത്? വെറുപ്പിന്റെ കേന്ദ്രത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കുകയാണ് ഞങ്ങളെന്ന് പറഞ്ഞ കോൺഗ്രസ് അവർക്ക് വീട് വെച്ച് നൽകിയോ? ആ മനുഷ്യർ പുനരധിവാസ പദ്ധതികളുടെ ഏതെങ്കിലും ചിത്രത്തിലുണ്ടോ? ഇല്ല എന്നാണ് ഒറ്റവാക്കിൽ ഫാക്ട് ആൻഡ് ഫോക്കസിന്റെ മറുപടി. വിശദമായി പരിശോധിക്കാം. 2025 ഡിസംബർ 20 പുലർച്ചെ 4 മണി കോൺഗ്രസ് സർക്കാരിന്റെ ബുൾഡോസറുകൾ വസീം ലേഔട്ടിലും ഫക്കീർ കോളനിയിലും എത്തി. തണുത്തുറഞ്ഞ രാത്രിയിൽ ഒരു ദയയുമില്ലാതെ അതിദരിദ്രർ താമസിക്കുന്ന 2 കോളനികൾ ഇടിച്ചു നിരത്താൻ തുടങ്ങി. സ്ത്രീകളും വൃദ്ധരും കുട്ടികളും ഉൾപ്പെടെയുള്ള അനവധി മനുഷ്യർ ജീവനും കൊണ്ട് വീടുകളിൽ നിന്നും ഇറങ്ങിയോടി. തണുപ്പിനെ പ്രതിരോധിക്കാൻ ഒരു പുതപ്പ് പോലും എടുക്കാനുള്ള സമയം ആ പാവങ്ങൾക്ക് ലഭിച്ചില്ല. ആത്മാഭിമാനത്തോടെ ജീവിക്കാനുള്ള അവകാശം എല്ലാ പൗരന്മാർക്കും മൗലികാവകാശമായി ഉറപ്പു നൽകുന്ന ഒരു രാജ്യത്താണ് ഇത് സംഭവിക്കുന്നതെന്ന് ഓർക്കണം. അതും BJP സർക്കാരിന്റെ ബുൾഡോസർ രാജിനെ അതിശക്തമായി വിമർശിച്ചിരുന്ന കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നും. യോഗി ആദിത്യനാഥിനെ ബുൾഡോസർ ബാബയെന്നും ശിവരാജ് സിംഗ് ചൗഹാനെ ബുൾഡോസർ മാമയെന്നും വിളിച്ചു പരിഹസിച്ചവരെയൊന്നും പിന്നീട് ആ വഴി കണ്ടില്ല. ജനരോഷം ശക്തമായതോടെ കോൺഗ്രസിന്റെ പരമോന്നത നേതൃത്വം വിഷയത്തിൽ ഇടപെട്ടു. ഒടുവിൽ അവർക്ക് വീട് വെച്ച് നൽകുമെന്ന് കർണാടക സർക്കാർ അറിയിക്കുകയും ചെയ്തു. അനധികൃത കുടിയേറ്റക്കാരുടെ വീടാണ് പൊളിച്ചത് അത്രയും എന്ന വാദം അപ്പോഴും ശക്തമായി നിലനിന്നു. ആ മനുഷ്യരെ തെരുവിലേക്ക് ഇറക്കിവിട്ടിട്ട് ഇപ്പോൾ 2 മാസങ്ങളാകാറായി. ഒരു കുടുംബത്തെ പോലും പുനരധിവസിപ്പിക്കാൻ കോൺഗ്രസ് സർക്കാരിന് കഴിഞ്ഞിട്ടില്ലെന്ന വാർത്തയാണ് ഇപ്പോൾ യലഹങ്കയിൽ നിന്നും വരുന്നത്. വെയിലും മഴയും മഞ്ഞും കൊണ്ട് 1000-ലേറെ മനുഷ്യർ ഇപ്പോഴും തെരുവുകളിൽ അലയുകയാണ്. സർക്കാർ വാഗ്ദാനം ചെയ്ത താമസ സൗകര്യത്തിനായി ആ മനുഷ്യർ സർക്കാർ ഓഫീസുകളിൽ കയറിയിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിദരിദ്രരായ തങ്ങളോട് അപേക്ഷ നൽകാനായി സർട്ടിഫിക്കറ്റുകളുടെ പേരുകൾ മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉദ്യോഗസ്ഥർ എന്നാണ് ഫക്കീർ കോളനി താമസക്കാരനായിരുന്ന മുഹമ്മദ് റഫീഖ് പറയുന്നത്. ആധാറും തിരിച്ചറിയൽ കാർഡും നൽകിയപ്പോൾ ഇനി ഇൻകം സർട്ടിഫിക്കറ്റും കാസ്റ്റ് സർട്ടിഫിക്കറ്റും ഡൊമിസൈൽ സർട്ടിഫിക്കറ്റും വേണമെന്നാണ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഡൊമിസൈലിന് അപേക്ഷിക്കാൻ വില്ലേജ് ഓഫീസിൽ ചെന്നപ്പോഴാവട്ടെ സർട്ടിഫിക്കറ്റ് നൽകാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടില്ലെന്നും ആയതിനാൽ നൽകാൻ കഴിയില്ലെന്നുമാണ് മറുപടി ലഭിച്ചതെന്നും ആ പാവങ്ങൾ കരഞ്ഞു പറയുന്നു. അതേസമയം ആരും പുനരധിവാസത്തിനായുള്ള അപേക്ഷ സമർപ്പിച്ചിട്ടില്ലെന്നാണ് ഉദ്യോഗസ്ഥ വൃന്ദം പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ നിഷ്കളങ്കരായ മനുഷ്യരെ സർക്കാരും ഉദ്യോഗസ്ഥ വിഭാഗവും മാറി പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അനധികൃത കുടിയേറ്റക്കാരാണെങ്കിൽ പോലും ആ മനുഷ്യരെ പുനരധിവസിപ്പിക്കാൻ കോൺഗ്രസ് സർക്കാരിന് ബാധ്യതയില്ലെന്നാണോ ഉദ്യോഗസ്ഥരെ? 1000-ലേറെ മനുഷ്യരുടെ ആത്മാഭിമാനത്തോടെ ജീവിക്കാനുള്ള അവകാശത്തെ ഇടിച്ചു നിരത്തിയ സർക്കാരിന് അത് പുനഃസ്ഥാപിച്ചു നൽകാനുള്ള എല്ലാ ബാധ്യതയുമുണ്ട്. ജനാധിപത്യ സംവിധാനത്തിനുള്ളിൽ സർക്കാർ ജനങ്ങളോട് കാണിക്കേണ്ട അടിസ്ഥാന കടമയിലൊന്നാണത്. അതുപോലും നിർവഹിക്കാൻ നാളിതുവരെ ആയിട്ടും സാധിക്കാത്ത കോൺഗ്രസ് സർക്കാരിന്റെ ജനാധിപത്യ മൂല്യങ്ങളെല്ലാം എന്നോ കൈമോശം വന്നിരിക്കുന്നു. കോൺഗ്രസിനെ കർണാടകയുടെ താക്കോലേൽപ്പിച്ച ജനാധിപത്യ വിശ്വാസികളായ എല്ലാ മനുഷ്യരോടും ചെയ്യുന്ന വഞ്ചനയാണിത്. പരിശോധിച്ചു വരുമ്പോൾ BJPയുടെ ബുൾഡോസർ രാജിനെതിരെ പ്രതിഷേധിച്ച കോൺഗ്രസിന്റെ ജനാധിപത്യ ദർശനങ്ങളെല്ലാം കർണാടകയിൽ കൈമോശം വന്നിരിക്കുന്ന കാഴ്ച. രാഹുൽ ഗാന്ധി നാളിതുവരെയും വിഷയത്തിൽ പ്രതികരിച്ചിട്ട് പോലുമില്ല. ഔദ്യോഗിക വാഗ്ദാനം നൽകിയ സർക്കാരാവട്ടെ ഒരു കുടുംബത്തെ പോലും പുനരധിവസിപ്പിക്കാനുള്ള സൗകര്യം ചെയ്തിട്ടില്ല. ഉദ്യോഗസ്ഥ വിഭാഗം സർട്ടിഫിക്കറ്റുകളുടെ പേരുകൾ മാറ്റി പറഞ്ഞ് ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ച. ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് സർക്കാർ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. യലഹങ്കയിലെ പാവം മനുഷ്യരെ മാത്രമല്ല, ജനാധിപത്യത്തെയും ഭരണഘടനാ മൂല്യങ്ങളെയും കൂടിയാണ് സർക്കാർ തെരുവിൽ നിർത്തുന്നത്. വെറുപ്പിന്റെ കടപൂട്ടി വിശ്വസ്തയോടെ താക്കോൽ നിങ്ങളെ ഏൽപ്പിച്ച മനുഷ്യരെല്ലാം ഈ കാഴ്ച കാണുന്നുണ്ട്. നൽകിയ അധികാരം തിരിച്ചു വാങ്ങാനും മാറ്റി നൽകാനും അവർക്കിനിയും കഴിയും. ആ അവസ്ഥയിലേക്ക് കർണാടക കോൺഗ്രസ് സർക്കാർ ചെന്ന് പതിക്കുന്ന കാഴ്ച വളരെ മോശമായിരിക്കും. അതുകൊണ്ട് ആ മനുഷ്യരെ പുനരധിവസിപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു നൽകേണ്ടത് സർക്കാരിന്റെ കടമയാണ്. അതവർ നിറവേറ്റിയേ തീരൂ.